Q Developers ഉപ്പും മുളകും. എടീ, മക്കളെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തരുത്. ഇപ്പൊ കണ്ടില്ലേ നിന്റെ മുന്നാരമോൻ ചെയ്തത്. എന്നാലും എന്നോട് അവൻ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലമ്മേ. ഇനിയിപ്പോ നാട്ടുകാരെ വീട്ടുകാരൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ. പണ്ട് ഞങ്ങളെ ധിക്കരിച്ചല്ലേ നീ ഓരോന്ന് ചെയ്ത് അനുഭവിച്ചോ. ഇനി പടവലത്തേക്ക് തലയുയർത്തി പിടിച്ചോണ്ട് ആരും വരണ്ട. അങ്ങേരിത് അറിയുമ്പോ എന്താ ഉണ്ടാവുക ഒരു പിടിയില്ല. ബാലുവിന്റെ വീട്ടുകാരറിഞ്ഞ എന്താ ഉണ്ടാവുക? ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്താ തപ്പഴ? അത് ഈ പഞ്ചസാരയും തേയില എവിടെ ഇരിക്കുന്നത്? പഞ്ചസാരയും കയ്യിലെ മാറേ. ഇത് എന്റെ അടുക്കളയാ. എന്റെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ ഭർത്താവ് പറഞ്ഞു ഇവിടെ ഇരിപ്പുണ്ടെന്ന്. നിന്റെ ഭർത്താവ് പറഞ്ഞാ? നിന്റെ ഭർത്താവ് വന്നാ നീ എടുക്കോ? നിന്റെ ഭർത്താവോ? എന്റെ കൊച്ചുമോനെ കറക്കിയെടുത്തിട്ട് ആളാവുന്നോ? പെണ്ണെ നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും കേട്ടോ. ദേമമ്മ, ഞാനല്ല നിങ്ങളുടെ കൊച്ചുമോനെ കറക്കിയെടുത്തത്. അവൻ കയ്യും കാലും കാണിച്ച് എന്നെ കറക്കിയെടുത്തത്. വിളിക്കടി. അവന്റെ സ്വഭാവം തന്നെയല്ലേ നിന്റെ മോന്. വിത്ത് കോണം 10 കോണം. തൊട്ടുവരുന്ന സാധനങ്ങളില് കൊന്നുകളഞ്ഞ നിന്നെ. ഇങ്ങോട്ട് മാറി നിൽക്കി എടുക്കട്ടത്. എന്നെ തള്ളി മാറ്റിട്ട് എടുക്കാനായ കുടുംബം തുടങ്ങി എടി വന്ന് കയറി അവിടെ അടി തുടങ്ങി അടി കൊല്ലി 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 തിന്നടി കൊല്ലടി കൊല്ലി 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 എടി എടി നിന്റെ അടുത്ത് ആരും ഇവിടെ വരാൻ പറഞ്ഞു. എടി നിനക്ക് നാണം ഉണ്ടായി. നിന്റെ ഭർത്താവ് പറഞ്ഞ ഇവിടെ കാലുകുത്തൂലാന്ന്. എടി പറഞ്ഞ വാക്കിന് വരാനോ ഇറങ്ങി പടി. ഞാൻ വാക്ക് തെറ്റിച്ചിട്ടൊന്നുമില്ല. എന്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം പഞ്ചസാരയും തേയിലയും വാങ്ങിച്ചോണ്ട് വന്ന് അത് എടുക്കാൻ വന്നതാ. എങ്ങനെ? എടി ഇവിടെ സാധനം വാങ്ങണം ഞാനാണ് ഈ വീട്ടിലെ കഴിയുന്നത്. അറിയടി. ഈ വീട് നോക്കുന്ന ആരാന്നൊക്കെ എനിക്ക് അറിയാം. അവൻ എല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ബാലുടെ തടി കൂടെ നിനക്ക് അറിഞ്ഞൂടാ. ഞാൻ വലിച്ച് കീഴിച്ചില്ല. ഇല്ല, ഞാൻ തുറക്കില്ല. അച്ഛന് വാക്കിന് വില ഉണ്ടെങ്കിൽ അച്ഛന്റെ കാലി വരക്കിപ്പുറത്ത് കൂത്തരുത്. നിന്റെ ഭാര്യയ്ക്കാണ് വാക്കിന് വിലയില്ലാത്ത. എന്തിനാ എന്റെ അടുക്കളക്കകത്ത് ചായയിലും പഞ്ചായത്ത് കഴിച്ചോണ്ട് പോയത്? ആരടിച്ചോണ്ട് പോയി? ഞാൻ മിനിഞ്ഞാന്ന് കഷ്ടപ്പെട്ട് മേടിച്ചോണ്ടുവന്ന സാധനം എന്റെ സാധനം. അത് അയ്യ, നീ മേടിച്ചതാ? പോരാടുത്. ആര് വെച്ചത്? അവൻ മേടിച്ചതാ. ഞാൻ ഇന്ന് കല്യാണം കഴിക്കുമെന്ന്. ഞാൻ തുറക്കില്ല. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം പിന്നെ സ്വഭാവം അച്ഛനൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. അച്ഛനൊന്ന് പോച്ച. ഞാൻ സ്വസ്ഥയിൽ കുടുംബം നടത്തിക്കോട്ടെ. കുടുംബം നടത്താനാടാ? എടാ ദ്രോഹി, എന്റെ കുടുംബം കുട്ടിച്ചൊറാക്കിയിട്ട് നീ കുടുംബം നടത്താൻ പോണ. മുടിഞ്ഞ് പണ്ടാരടം കൂടാ നിന്റെ കുടുംബം. മുടിഞ്ഞ് പണ്ടാരടം. ബാലു അവൻ എന്താ ചെയ്യട്ടെ, പോട്ടെ അവനെ അങ്ങോട്ടെങ്കിലും. എടാ, നിന്റെ മോനല്ലേ നിന്നെ പോലെ തലതിരിഞ്ഞേ വരൂ. മാമി ഇവിടെ കയറി ഗോളടിക്കണം. അവിടെ അടിക്കണം, ഇവിടെ അടിക്കണം. ഒന്നി അപ്പുറത്ത് ഗോളടി, അല്ലെങ്കിൽ ഇവിടെ ഗോളടി. നീ താഴെ അടിക്കണം. എന്താണ് ഈ പറയുന്ന ഗോളടിക്കുന്ന? പോടാ അവിടുന്ന്. ഗോളടി. വാ, നമുക്ക് പോവാം മക്കളെ. വീടില് നിനക്ക് നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാലേ? പിന്നെ എന്റെ അമ്മയുടെ കൈപ്പുണ്യം കിട്ടിയത് എനിക്ക്. ഇതുപോലെ ഉണ്ടാക്കണ അല്ല, ഇതിനെക്കൂടി സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും. അച്ഛാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛാ. കൊന്നളയും അടുക്കരുത്. പഞ്ചാര എന്തായാലും എടുക്കാൻ വന്നേണ്. കാല് തറ തൊട്ടിട്ടില്ല. മകളെ വലി പറഞ്ഞോടാ അച്ഛനെ സ്വഭാവം പറഞ്ഞോടാ. അച്ഛൻ ഭയങ്കര ചട്ടമ്പിയാണല്ലേ? എന്തെന്ന്? അച്ഛൻ ഭയങ്കര ചട്ടമ്പിയാണല്ലേ? പോടി പറഞ്ഞു. അച്ഛൻ ചട്ടമ്പി അത്ര ഇരിക്കാന്ന്. അച്ഛനടിക്കണ നീ വന്നേ. അച്ഛാ, അച്ഛനെ എപ്പോഴാ ഇതൊക്കെ കെട്ടിപ്പൊക്കിയത്? 4 മുളയെ ഒരു ടാർപ്പാളുണ്ടെങ്കിൽ എനിക്ക് കൂര ആയടേ. അല്ലേ, ടാർപ്പാളി എവിടെ നിന്ന് കിട്ടി? നവാസ് കൊണ്ടുവന്നു. അച്ഛൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഇവിടെ ഇരുന്നാണോ? ഇത് തന്നെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. വീടും അച്ഛന്റെ വീടും അതൊക്കെ തന്നെ. അച്ഛൻ ഇതെല്ലാം പൊളിച്ചോണ്ട് അതോടെ വന്നേ. എടാ ബാല, നീ എല്ലാം പറക്കിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നോ? മാമി, ഞാൻ ഇത് പ്രതീക്ഷ ചെയ്താണ്. പക്ഷെ കുറച്ച് നേരത്തെ ആയിപ്പോയി. എല്ലാവർക്കും സമാനമല്ല അടിച്ചിറക്കിയപ്പോ. നീ അകത്തേക്ക് വാ. അവിടെ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാം. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കും. പിന്നെ ഭക്ഷണം കൊണ്ടുവന്നാൽ കഴിക്കും. എന്തായാലും വർക്ക് ചെയ്യുമ്പോൾ രാത്രിയാവും. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളാം. അല്ല, ഇപ്പൊ ഇവിടെ വൈദ്യുതി ഇല്ലല്ലോ. വൈദ്യുതി? ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ. ഞാൻ ലൈൻ വലിച്ചോളാം. അപ്പൊ എക്സ്ട്രാ കറണ്ട് ചാർജ് അച്ഛൻ കൊടുക്കോ? ഞാൻ കൊടുത്തോളാം. എക്സ്ട്രാ പറഞ്ഞത്. അല്ല, അച്ഛനിപ്പോ എങ്ങനെ ബാത്റൂമിൽ പോവും? കഴിവതും പിടിച്ച് നിൽക്കും. തീരെ പറ്റൂലെങ്കിൽ ആ പാറവിടെ പോകും. അവിടെ വെള്ളം ഉണ്ടല്ലോ, കരിമരുന്ന് കൂടെ മിക്സ് ആക്കി വെള്ളം ഉണ്ടല്ലോ. പല ഇൻഫെക്ഷൻ എടുത്ത് ചത്തോട്ട്. ഹലോ ജെറി.
ആടാ ഞാൻ എല്ലാവർക്കും പാർട്ടി അപ്പൊ കൊടുക്കും. ആരെ വിളിക്കണേ? ഞാൻ എല്ലാവരുടെ വീട്ടിലും വരുന്നുണ്ട്. ആ ഹലോ ലച്ചു വിളിക്കണത്. എന്തിനെ തിരിച്ചു വിളിക്കാം? കട്ട് ചെയ്തോ. ആ വിളിക്കാം. ആ അവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ലച്ചു, ആ നീ എവിടെയാടി? ഞാൻ ഹാപ്പി. എനിക്കെന്ത്, ഞാൻ പരമ ഹാപ്പി. എടി നീ എപ്പോഴാ വരണേ? നീ പെട്ടെന്ന് വാ. ആ പിന്നെ നിനക്ക് എൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം, അഥവാ നിന്റെ വീട്ടുകാരാണെങ്കിൽ നിനക്ക് വലുത് അങ്ങനെ. എടി നിന്നെ ഞാൻ പഠിപ്പിക്കാടി. നിനക്ക് ആരാവാനാണോ ആഗ്രഹം ഞാൻ ആക്കിയിരിക്കും, ഉറപ്പ്. ഹലോ ലച്ചു, എടി ഗംഗ വിളിക്കണം. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അവൾ ഫോൺ എടുത്തില്ലെങ്കിലേ പിണങ്ങും. ആ വെച്ചോ ഞാൻ വിളിക്കാം ഉറപ്പാ. ആ ഹലോ ഗംഗ, എന്താ മോളെ? അയ്യാ ഞാൻ പുറത്തുണ്ടല്ലോ. തന്നെ ചേട്ടനെ കാണണോ? ഇതാത്തി അച്ചുകൊണ്ടാ അച്ഛന്റെ മോനല്ല അങ്ങനെ വരുള്ളൂ. അല്ല ഇപ്പൊ അച്ഛന്റെ മോനല്ല. ഏത് സമയം കഥ അടച്ചിട്ടേക്കാണ് ഇല്ലേ? അയ്യോ എന്തോ നിങ്ങള്? ജനല് ഭയങ്കര ശബ്ദം നോക്കിയത് ഇപ്പൊ ശരിയായി. ആഹാ ഇതങ്ങനെ വിട്ടാ ശരിയാവത്തില്ലല്ലോ. അങ്കിളെ അങ്കിളെ അങ്കിൾ എന്ത് പണിയാ കാണിച്ചേ? ഏയ് നിന്റെ അടുത്ത് പറഞ്ഞാ ജനല് ശരിയല്ല നോക്കാൻ വന്നു. പിന്നെ എന്താ നീ എന്തിനാ അകത്ത് കയറിയത്? അകത്ത് ഗംഗ, നീ എന്തിനാ ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി നിൽക്കണം? ഇങ്ങോട്ട് വന്നേ. വിഷ്ണു ഈ അങ്കിൾ ആള് ശരിയല്ല. നിർത്തണേ, അപകടം പറഞ്ഞ അത് തന്റെ പ്രായമുള്ള ഒരാളെ മുഖത്ത് നോക്കി കയറിപ്പടി. ആരുടെ എന്താ? നീ അകത്ത് കയറിപ്പോ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. അങ്കിൾ എന്തിനാ ഞങ്ങളുടെ റൂമിന്റെ ജനൽ വഴി നോക്കിയെന്ന് എനിക്ക് അറിയണം. ആരച്ഛനാ? എന്തോന്ന് അച്ഛാ ഇത്? ഇനി ഞങ്ങൾ ഇവിടെ എങ്ങനെ ജീവിക്കും? ഞാൻ ഒളിഞ്ഞു നോക്കി. നീലുവിനെയും മാമിയെയും പറ്റി കുറ്റം പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒളിഞ്ഞു നോക്കിയത്. എവള് കുറ്റം പറയുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒളിഞ്ഞു നോക്കിയത്. ചീപ്പ് വർത്താനം പറയുന്നോ? എന്തിനാ ജീപ്പ്? എടി നീലു, നീ നോക്കിയോ, എവളെ തലയണ മന്ത്രം കേട്ടോണ്ട് നമ്മൾ ഉറങ്ങി കിടക്കുമ്പോ അവൻ കുഴവിക്കലെടുത്ത് നമ്മുടെ തലയിൽ കൂടെ ഇടും. ഇത് ഉറപ്പ് ഉണർത്തി കളഞ്ഞിലടി അവനെ മുടിയനെ. അനുഭവിച്ചോ. എന്താ നോക്കിക്കണേ? കേറിപ്പൊടി. വാ അതോ ഓടാ പെങ്കോന്താ. ഡി ഇവിടെ ആരും ഇല്ലേ? ഇതാര് ജനചേച്ചിയോ? കാര്യങ്ങളെല്ലാം അറിഞ്ഞോ? ഇപ്പഴാ അറിഞ്ഞത്. എവിടെ അവനോളൂ? ഏതവനും ഏതവളും? ഇതാരും ജനമോളാ. വിഷ്ണു വിളിച്ചിട്ട് വന്നതാ. എല്ലാം അറിഞ്ഞു ഞാൻ. വിഷ്ണുവിന്റെ ആൾക്കാര്, വിഷ്ണുവിന്റെ സ്നേഹിതരെ ആൾക്കാരൊക്കെ ഇവിടെ അല്ല വരാൻ. അവൻ താമസിക്കണ വീട്ടിൽ പോണം. അവൻ വീട് മാറിയോ? വീട് മാറിയില്ല. ഓ ഇത് കണ്ട വെള്ള വര ഇതിന്റെ അപ്പുറത്താണ് അവന്റെ വീട്. വിഷ്ണു ചേട്ടാ, ഓയ്. ദേ നമ്മുടെ ഗസ്റ്റ് വന്നിരിക്കണ, ഒന്ന് വാ. ആരാടി? ഇതാര് ജന്നെ? ഇതിപ്പോ ആദ്യമായിട്ട് കാണും പോലെ. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ, എല്ലാം പെട്ടെന്നായിരുന്നു, അതുകൊണ്ട് പറയാൻ വിട്ടുപോയി. ഓ അപ്പൊ ഇതാണ് നിന്റെ ആളല്ലേ? ആരാ വിഷ്ണു ഇത്? ഇത് ജന്ന ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല, എന്റെ ഫ്രണ്ട്. ഇല്ലല്ലോ. ഇല്ല. കൊള്ളാടാ, ആരെ അറിയിക്കാതെ അങ്ങ് ചെയ്തല്ലേ. നിനക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ, വിട്ടുപോയി, സോറി. ഓ അപ്പൊ ഒരു സോറി തീരാവുന്ന ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ അല്ലേടാ? അത്രയ്ക്കുള്ള ബന്ധമല്ലേ നമ്മൾ തമ്മിലുള്ളൂ? അത്രയ്ക്കേ ഉള്ളൂന്നോ? പിന്നെ എത്രയ്ക്കും? എടി നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരുപാട് സ്വപ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വപ്നങ്ങളാ? എടാ കള്ള, നീ ഉരുണ്ട് കളിക്കേടാ. എടാ നീ ഈ കൊച്ചിനെ മോഹിപ്പിച്ചിട്ടില്ലടാ. നീ എന്തിനടാ നീ ഇങ്ങനെ കിടന്ന് ഉരുളണത്? എടാ മോളെ മര്യാദക്ക്. എടാ പെൺശാപം പിടിച്ച് ഏറ്റി വാങ്ങിച്ച് വയ്ക്കല്ല. നിന്റെ ഇല്ലാതായി പോവും, നിന്റെ കുടുംബം ഇല്ലാതായി പോവും. അച്ഛാ ഒന്ന് മിണ്ടാണ്ടിരുന്നേ, അത് ആവശ്യമില്ലാണ്ട് സീൻ ഉണ്ടാക്കില്ല. ഈ ജനക്ക് നല്ലൊരു ചായ ഇട്ട് കൊടുത്തേ. ചായ പിന്നെ എവള് ഇവിടുന്ന് ചായ കുടിക്കാത്ത പോലെയല്ലേ എൻ്റെ പൊന്നു മക്കളെ. എവള് ഏത് സമയം ഇവിടെ തന്നെയായിരുന്നു, കളിയും പാട്ടും ചിരിയല്ലടി. പിന്നെ നീ ചായ കൊടുത്ത് നീ മോഹിപ്പിക്കടാ അതിനെ. നീ ആണോ വിഷ്ണു? അങ്കിൾ പറഞ്ഞൊക്കെ സത്യമാണോ? അല്ല പിന്നെ ഇപ്പൊ ഞാൻ കേട്ടതോ? അങ്കിൾ പറഞ്ഞതോ? അത് അച്ഛൻ എന്തോന്ന് വെച്ചാ പറയണത്?
എന്തോന്ന് വെച്ചാൽ നീ എന്തിനാ കിടന്ന് ഉരുളണ്? നീ എന്തിനാ കൊച്ചിന്റെ മോൻ നോക്കണം, ഈ പാവപ്പെട്ട കൊച്ചിനെ നീ എന്തിനാ? എടാ ഒരു കാര്യം ഞാൻ പറയാം, പെൺശാപം വിഷ്ണു നിന്റെ തലയുടെ മുകളിൽ കിടന്ന് കിറങ്ങും, നീ നശിച്ച് പൊണ്ണാറടങ്ങിപ്പോ. ഉള്ള കാര്യം ഞാൻ പറയാം. ദേ വിഷ്ണു, കൂടുതൽ കളികളെ കേട്ടാ, സത്യം പറഞ്ഞോ. നീ എന്താ നേരത്തെ എന്നോട് പറയാതിരുന്നത്? അയ്യോ, നിങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ പോയേക്കാം. വിഷ്ണു, ഓൾ ദ ബെസ്റ്റ്. അങ്കിൾ പോട്ടെ. നീ പോയിട്ട് വാ, നീ അവനെ ശപിക്കല്ലേ. ആ ശാപം നമ്മളെ കുടുംബം മൊത്തം ഏറ്റുവാങ്ങേണ്ടി വരും. മോള് വയ്ക്കോ കേട്ടോ, അവിടെ പോണ കണ്ടടാ മോളെ. ഈ കുടുംബത്തിൽ എൻ്റെ മരുമോളായിട്ട് വരാനുള്ളതാണ് കേട്ടോ. നീ അച്ഛാ, അച്ഛനെന്റെ അച്ഛൻ തന്നെയാണ് അച്ഛാ. നീലു നാണവിടാ നിനക്ക്. വിഷ്ണു, ദേ സത്യം പറഞ്ഞോ, നീ അവളായിട്ട് എന്തായിരുന്നു ബന്ധം? അസംബന്ധം അല്ലവൻ്റെ തോന്നുന്നു. എനിക്കൊരു ബന്ധവുമില്ല മോളെ. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇവനെ കുനിച്ചെടുത്ത് ഇടിച്ചവന്റെ മുടിയൊക്കെ വലിച്ച്. പക്ഷെ നിനക്കതിനുള്ള ചുണയില്ല, നിനക്കാണ് നീ മന്ദവതിയാണ്, വെറും മന്ദവത്തി. വലിച്ചഴിച്ചിട്ട് പോയാൽ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളായിരുന്നെങ്കിൽ. വാ വിഷ്ണു. ഞാൻ വരില്ല. നിന്നോട് വരാനല്ലേ പറഞ്ഞത്? അച്ഛാ, അവന്റെ കാര്യം കെട്ടപ്പോകാം. എടി മോളെ വിടാതിരിക്കമ്മേ. എടി അതല്ലടി, അവനെ അങ്ങനെ അങ്ങ് വിട്ടു കൊടുക്കരുത്. അവൻ അത്രയ്ക്കായോ? ഡാ, വിളക്ക് പിടിച്ച് അകത്ത് കയറ്റാൻ അറിയാമെങ്കിലേ തീയിട്ട് പുറത്തി അടിക്കാൻ എനിക്കറിയാം. പാല് കൊടുത്ത കൈക്ക് കൊത്തുന്നു മൂർക്കമ്മാമ്പ്. നിന്റെ ഭാര്യ പറയാൻ ഒളിച്ചിരിക്കാതെ എന്റെ ഭർത്താവിനെ ആരെങ്കിലും കുറ്റം പറയുന്ന കേട്ടോണ്ട് എന്നെ കൂടെ പറ്റത്തില്ല. ആണും പെണ്ണും കെട്ടവൻ ആരാന്നെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒളിഞ്ഞു നോക്കിയെങ്കിൽ കണക്കായി പോയി. അങ്കിളും അതന്നെയല്ലേ ചെയ്തത്? എടി അതിനൊരു അന്തസ്സുണ്ടടി. ഞാൻ ഒളിഞ്ഞു നോക്കി, കാരണം ഒളിഞ്ഞു നോക്കിയത് ബാലുവാണ്. പക്ഷെ നീ എന്താണ് അവിടെ ഒളിച്ചു നോക്കിയത്? നീ എന്താണ് അവിടെ ഒളിച്ചു? മതിയച്ഛാ, നിർത്ത്. ഞങ്ങൾ അത്രയ്ക്ക് വലിയ ശല്യമാണെങ്കിലേ ഞങ്ങൾ ഒതുങ്ങി കഴിഞ്ഞോളാം. നിങ്ങൾ വീട് മാറ്, ഞാൻ വാടക കൊടുത്തോളാം. അപ്പുറത്ത് നിന്ന് അങ്ങ് സംസാരിച്ചാ മതി. നിന്നോണ്ടല്ല ഞാൻ എന്നോടാണോ കളി? ഇന്നത്തെ ഒന്നത്തെ പെണ്ണിനെ കിട്ടിയപ്പോ അവന്റെ സ്വഭാവം മാറിയത് കണ്ടില്ലേ? ഇവിടെ എന്താ ചെയ്യേണ്ടത്? എന്തുവാടാ ഈ പറഞ്ഞത്? അയ്യോ, വയറ് കലങ്ങി, കുടല് മുറിഞ്ഞെന്നാണ് തോന്നുന്നത്. അമ്മേ, എനിക്ക് ഇതൊന്നും കാണാൻ വയ്യട്ടാ. ഇത്രയും സഹിക്കേണ്ട ഗതികേട് എനിക്കില്ല എന്തായാലും അവക്ക് വേണ്ടി. നീ ഒന്ന് അടങ്ങ് പെണ്ണേ, ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്നുമില്ലല്ലോ, അവള് നിന്റെ മരുമോളല്ലേ? പിന്നെ മരുമോള്, അവക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ അങ്ങ് സഹിക്കായിരുന്നു. ഇതെല്ലാം ഉണ്ടോ അവക്ക്? ആർക്കറിയാം. നീലു, നമ്മള് തോറ്റുപോയി. പിന്നെ അങ്ങനെ തോക്കാനും എന്നെ കിട്ടിയൊന്നുമില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പോവാം, വേറെ എവിടെയെങ്കിലൊക്കെ പോവാം. പിന്നെ എങ്ങോട്ട് പോവാൻ വേണ്ടി? എന്റെ ബാലു നമ്മളിപ്പോ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് പോയെന്ന് വിചാരിക്കാം, അവൾ അവിടെയും വരും അവകാശം ചോദിച്ചോണ്ട്. ശരിയാ, അവള് നമ്മൾ വിചാരിച്ചവരല്ല, അവള് ചന്തയാണ്, നമുക്കെല്ലോ അറിയാം. പതുക്കെ പറ, ഇതുവല്ലോ ചേച്ചി കിട്ടെങ്കിൽ ഇടിച്ചു തുളച്ചതേ. ദൈവമേ, കണ്ട ഇവനൊക്കെ ആരെയും പേടിയില്ലെത്താണ് കേശുവിന് ശിവയ്ക്കും. എന്നിട്ട് അവൻ വരെ പേടിക്കണ്. എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കണേ? അവനെയാണ് പൊട്ടിക്കണ്ട. അവളുടെ മുന്നിലിട്ട് അവന് രണ്ടടിയെങ്കിലും കൊടുത്തില്ലെങ്കിലല്ലേ എനിക്ക് ഒരു സമാധാനവും കിട്ടൂല. ഒന്ന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇല്ലെങ്കിൽ നമ്മള് തോറ്റ നിൽക്കരുത്, നമ്മുടെ തലേ കയറാൻ പരിപാടി വെച്ചാ. കേശു, വലിയൊരു വടി നോക്കി എടുത്തോണ്ട് വാടാ. ഒറ്റയടി അവൻ ചാവണം. അത് വേണോ? പിന്നെ വേണ്ടേ അമ്മേ? അവൻ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് നമ്മൾ ഒരടിയെങ്കിലും അവന് കൊടുത്തില്ല. അവന് ഒരടിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ എന്റെ രക്തം തണുപ്പ് മാറൂല. എടുത്തോണ്ട് വാടാ. അയ്യോ, ആ വയ്ക്കോ. എന്ത്? സൂക്ഷിച്ച് സ്നേഹത്തോടെ സൗമ്യമായിട്ട് വിളിക്കണം, അപ്പോഴേ ഇറങ്ങി വരുള്ളൂ. എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കളയും, വാതിൽ തുറക്കൂല. വാ വാ അമ്മ, വാ അമ്മ. എനിക്ക് മുട്ട് വയ്യാത്തതാ അമ്മ ആരെയാമ്മ ഈ പേടിക്കണേ? പേടിയൊന്നുമില്ല. ഇല്ലല്ല, ഇങ്ങോട്ട് വാ, എല്ലാരും വാ. മാമിയുടെ മുട്ടല്ല, ഇവിടെ വയറ് കലങ്ങിയിരിക്കണം. വാ വാ വാ, നടക്ക്. നിങ്ങൾ മുമ്പേ നടന്നോ, ഞാൻ പുറകെ ഉണ്ട്. അമ്മ, അമ്മ നേരെ പോയിട്ട് നൈസായിട്ട് ആ റൂമിൽ തട്ട്. അപ്പോൾ അവരിറങ്ങി വരുമല്ലോ, മുടിഞ്ഞെന്നെ പിടിച്ച് 2 പടയും കൊടുക്കും. ആ സമയത്ത് അവളെ നിങ്ങളെല്ലാരും കൂടെ പിടിച്ചു നിർത്തിക്കോളാം.
സ്മൂത്തായിട്ട് നൈസാ വിളി, നൈസാ വിളി, നൈസാ വിളി. മോളെ നൈസാ വിളി, നൈസാ സ്മൂത്താ വിളി. മോളെ മോളെ ഗംഗേ എന്താ അമ്മ ദാ വരണു. വാ കഥക് തുറന്നേ ഒന്ന്. എന്റെ ഭർത്താവിനെ വല്ലതും ചെയ്ത കൊന്നുകളെ ഞാൻ. എന്റെ പൊന്നുമോളെ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പാവാടി. എന്തെങ്കിലും ചെയ്ത അയ്യോ എന്റെ കൊച്ചിനെ അവള് തല്ലി കൊല്ലത്തേ ഉള്ളൂ. കേശു കേശു എണീച്ചേ മോളെ, എണീച്ചു വാ, എണീച്ചു വാ. ബല നീലു ഇവിടെ ഇല്ലല്ലോ. ആർക്കെ, ആർക്കെ? ബല, ബല, ഡാ, എന്റെ കൊച്ചിനെ അവള് തല്ലുന്ന നീ കേൾക്കുന്നില്ലേ? ഏത് വെച്ച് ആരെ അടിച്ച്? എടാ മുടിയന്റെ പെണ്ണ്. മുടിയനെ പെണ്ണ് അതാര്? വിഷ്ണു കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ്. ഇതെന്താണ് ഉറക്കത്തിൽ പിച്ചും പയ്യും പറയുന്നത്? ഡാ, നിന്റെ കൂടെ വന്ന പെണ്ണെന്തിയെ? ആര്? നീ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണെന്തിയെന്ന്? ഇതെന്തോന്നൊക്കെ ചോറണത്? BP കയറി പ്രശ്നമെന്ന് തോന്നണേട്ടാ. എനിക്ക് BP ഒന്നും ഇല്ല. ഡാ, നീ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി മാച്ചോണ്ട് പോയിട്ട് തിരിച്ചു വന്ന ഒരു പെണ്ണുമായിട്ടല്ലേ വന്നേ? അവളെവിടെ? അയ്യോ എന്റെ അടി കൊണ്ട് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നവേ. ആ എന്നിട്ട് പിന്നെ ഇവൻ ഫോൺ ചെയ്തോണ്ട് നടന്നതാ. ഫോൺ ചെയ്ത് ഒരു പ്രോഗ്രാമത്തിന്റെ പൈസ ഇല്ലാത്തോണ്ട് ഓരോ കൂട്ടുകാരെ വിളിച്ച് തെണ്ടായിരുന്നു. അല്ല പിന്നെ അപ്പൊ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നോ? അല്ല പിന്നെ എന്തോന്നടേ ഇത്? മക്കളെ വിഷ്ണു, ഏതെങ്കിലും പെമ്പിള്ളേർ ഇനി സംസാരിച്ചോണ്ട് വന്നാലേ മോൻ മൈൻഡ് ചെയ്യരുത്. ഇതൊന്നും നമുക്ക് പറ്റിയതല്ലടാ മോനെ. ഈ അമ്മൂമ്മ ഇത് എന്തോന്നൊക്കെ പറയണത്? അമ്മുമ്മ പകല് കണ്ട സ്വപ്നം ഫലിക്കുന്ന. ആണോ? ഡാ, അങ്ങനെ വല്ലതും സംഭവിച്ചോണ്ടല്ലോ നിന്നെ കൊന്നുകളയും ഞാൻ.